ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിംസ് കോർണർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ഡെക്കറായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ കിട്ടുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാൻഡിൽ സ്റ്റാൻഡ്സും പിന്നെ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാനുള്ള 2 ഹാങ്ങിങ്സുമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മൈദയും, എല്ലാവരുടെ വീട്ടിലുണ്ടാവും മൈദയും ഉപ്പും വെള്ളവും വെളിച്ചെണ്ണയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, അത് 3 വെച്ചിട്ടാണ് ആ ക്ലേ ഉണ്ടാക്കുന്നത്. അതിന് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ മൈദ 1 കപ്പ്, സോൾട്ട് 1/2 കപ്പ്, വാട്ടർ 1/2 കപ്പ്, വെജിറ്റബിൾ ഓയിൽ 1 കപ്പ്. ഇതെല്ലാം കൂടി നന്നായി ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കുന്നതാണ് നമ്മുടെ ക്ലേ. പിന്നെ ക്ലേക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരത്താൻ ഒരു പലക വേണം. പിന്നെ കട്ട് ചെയ്യാൻ ഒരു നൈഫോ ഇങ്ങനത്തെ ടൂളോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് എപ്പോഴും റാപ്പ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. അതിന് കുറച്ചെടുത്ത് നന്നായി സോഫ്റ്റാക്കി നമ്മളത് പരത്തിയെടുക്കണം. ഇച്ചിരി തിക്കായിട്ട് പരത്തിയെടുക്കണം. ഭയങ്കര തിന്നാക്കാനും പാടില്ല, പക്ഷേ ഒത്തിരി കട്ടിയാക്കാനും പാടില്ല. പിന്നെ അത് സ്റ്റിക്കാവുന്നുണ്ടെങ്കിൽ നമ്മൾ പലകം ഇച്ചിരി നമ്മുടെ മൈദപ്പൊടി ഇട്ടിട്ട് ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ പരത്തിയെടുക്കും. ഈ ഉണ്ടാക്കിയ ക്ലേ നമുക്ക് നന്നായി ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1 വീക്ക് വരെ കേടാവാതെ സൂക്ഷിക്കാം. പരത്തിയപ്പോൾ നമ്മൾ കോൺ ഷേപ്പിലാണ് കാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പീസിൽ ഒരു കോൺ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ റഫായിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ വെച്ച് നമ്മൾ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മളൊരു കോൺ ഉണ്ടാക്കി അതിൻ്റെ മേലെയാണ് ഈ കട്ട് ചെയ്ത ആ കോൺ ഷേപ്പുള്ളത് റൗണ്ട് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി സ്റ്റിഫായി നിൽക്കുന്നില്ലല്ലോ. അപ്പം നമുക്ക് അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് കോൺ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പറിൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ. ഇച്ചിരി കട്ടി വേണമെന്ന് മാത്രം. ഇതുപോലെ കോൺ ഉണ്ടാക്കി ആ സൈഡിൽ കോൺ വെച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് ഈ പീസ് എടുത്ത് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അറ്റം ജോയിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടും. കണ്ടോ, വെള്ളം തൊട്ട് അതെന്ന് വെച്ചാൽ അത് വേഗം സ്റ്റിക്കായിട്ട് ഒട്ടിക്കുക. നമ്മൾ ഉണക്കുമ്പോൾ ഒന്നും വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ബേക്ക് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെയിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയും ചെയ്യാം. നന്നായി പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. വെള്ളമൊക്കെ തൊട്ട് ഇച്ചിരി ഹമ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നീക്കി കൊടുത്ത് നമുക്ക് നല്ല ആയിട്ട് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇച്ചിരി ഒട്ടുണ്ടെങ്കിൽ ഇച്ചിരി പൊടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കോൺ റെഡിയായി. ഇനി ഈ കോണിൽ നമുക്ക് കാൻഡിൽ സ്റ്റാൻഡില്ല, ഹോൾസ് വേണം. അപ്പോൾ ഞാൻ ഈ കുക്കി കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഒരു ഷേപ്പ് വരുന്നു. അത് നമ്മളത് കഴിഞ്ഞിട്ട് ചെറിയൊരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി മെനക്കെടാണ്, നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡും കൂടിയും ചെയ്യാം. ഫസ്റ്റ് പരത്തി നമ്മൾ ആ ഷേപ്പ് കട്ട് ചെയ്ത വേർഷൻ തന്നെ നമ്മൾ മറ്റേ കുക്കി കട്ടർ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ട് വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. ഇങ്ങനെയാണെങ്കിൽ ഇത് ഫാസ്റ്റായിട്ട് അത് പ്രസ് ചെയ്തിട്ട് നമ്മുടെ കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ സ്റ്റാർ ഷേപ്പും ഇങ്ങനെയാണ് ഈ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റിൽ എങ്ങനെയാണ് ചെയ്ത പോലെ നമ്മൾ ആ കോണിൻ്റെ മേലെ ഇത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അറ്റം വെള്ളം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഓരോ ഹോൾസും ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക ചെയ്യും. ഇതാണ് ഫാസ്റ്റായിട്ട് നമുക്ക് തീരും. മറ്റേതാണെങ്കിൽ ഓരോന്നും നമ്മൾ ഓരോ കോർണറും അതൊക്കെ നീറ്റാക്കി എടുക്കുമ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ സൂക്ഷിച്ച് വേണം നമ്മൾ ആ ഷീറ്റ് ഹാൻഡിൽ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർസിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. സൂക്ഷിച്ച് ചെയ്താൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും, എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കാൻഡിൽ സ്റ്റാൻഡ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ പേപ്പറിലോട്ട് വെക്കണം. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഒട്ടാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനി നെക്സ്റ്റ് കാൻഡിൽ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തെ കാൻഡിൽ സ്റ്റാൻഡ് നമുക്ക് സ്റ്റാർ അല്ലെങ്കിൽ ഹോൾസ് മാത്രം ഇട്ട് കൊടുത്താലും മതി, അതിന് കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. ഹൈറ്റും അതുപോലെ എല്ലാം നമ്മുടെ ഇഷ്ടം. ഇത് വേറൊരു കാൻഡിൽ സ്റ്റാൻഡാണ്. അതിന് ഇതേപോലെ തന്നെ ഡൗ എടുത്ത് നന്നായി പരത്തി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തു തിക്കിൽ. അതിൻ്റെ മേലെ ഞാൻ
ആ കുക്കി കട്ടർ വെച്ചിട്ട് സ്റ്റാർ ഷേപ്പ് പ്രസ് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്തെടുക്കുന്നില്ല, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാർ എടുത്ത്. നമുക്ക് വേറെ ഏതെങ്കിലും തീമിനോ വേണ്ടെങ്കിൽ അതേപോലെ നമുക്കതിന് മേലെ ഡിസൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ മേലെ നമുക്ക് ഇനി ഒരു സ്റ്റാർ ഷേപ്പും കൂടി ഒട്ടിക്കാനുണ്ട്. അതിന് കുറച്ചും കൂടി ഡൗ എടുത്ത് ഇതുപോലെ പരത്തി നമ്മളൊരു സ്റ്റാർ ഷേപ്പ്, ഇതും കുക്കി കട്ടറാണ്, അത് വെച്ചിട്ട് ഒരു സ്റ്റാർ ഷേപ്പ് എടുത്തു. അതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ വെക്കണ ആ ഒരു സ്പേസിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നു. ഒരു ക്യാപ്പ് എടുത്ത് അതിൻ്റെ നടുവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു താഴ്ന്ന കുഴി പോലെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റാൻഡ്, കുഞ്ഞു ക്യാൻഡിൽസ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുപോലത്തെ നമുക്കതിൽ വെക്കാം. അതുപോലത്തെ 2 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ അതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മൾ പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ടൈം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഇത് നമ്മൾ കുക്കിയൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി പൊന്തൂല്ലേ, അത് അവോയ്ഡ് ചെയ്യാനും അത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ 2 സ്റ്റാർസ് ആയാലോ അതിന് മേലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ലോ 120 ഡിഗ്രി സെൽഷ്യസിലിട്ട് പ്രീ ഹീറ്റ് ഒന്നും ചെയ്യേണ്ട, വെറുതെ കൺവെൻഷൻ മോഡിലിട്ടിട്ട് 120 3 to 4 hours കുറച്ച് വെച്ച് നമ്മൾ നോക്കുക, എന്നിട്ടൊന്ന് മറിച്ച് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് പുറത്ത് വെച്ചിട്ട് ഒരു 4 to, പക്ഷേ അത് ടൈം എടുക്കും, 4 to 5 days പിടിക്കും. പിന്നെ കോണിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഫോയിൽ പേപ്പറിൻ്റെ കോൺ ഷേപ്പ് വെക്കണം. എന്ന് വെച്ചാൽ കാർഡ്ബോർഡൊക്കെ മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തിപ്പോവും. അപ്പോൾ കോൺ ഉണ്ടാക്കുന്ന നമ്മൾ നമ്മുടെ ഫോയിൽ പേപ്പറിലാണെങ്കിൽ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷേപ്പ് പോകത്തില്ല. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി അതിങ്ങനെ സ്റ്റിഫല്ലാത്ത കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കോൺ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തു. പിന്നെ സ്റ്റാർ ഷേപ്പും ബാക്കിയുള്ള ഇതുകൊണ്ട് ഞാൻ സ്റ്റാർ ഷേപ്പും അതുപോലെ മൂൻ്റെ ഹാൻഡ് പ്രിൻറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തത് വൈറ്റ് ആൻഡ് റെഡ് കളറിലാണ് പെയിൻറ്റ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ 3 സ്റ്റാർസ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഹാങ്ങിങ് ഉണ്ടാക്കി. ജസ്റ്റ് ആ 3 സ്റ്റാർസും കൂടി ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ച് ഏവൻ വിവിധ ആഡം എന്നങ്ങനെ പേര് എഴുതി. പിന്നെ മോൻ്റെ ഹാൻഡ് പ്രിൻറ്റിൽ ഞാൻ സാന്റാക്ലോസിനെ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലത്തെ ഓർണമെൻറ്റ്സാണ് ഞാൻ ഉണ്ടാക്കി. ആ സ്റ്റാൻഡിൽ നമുക്ക് ക്യാൻഡിൽ വയ്ക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എളുപ്പമാണ്. ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ എവരിവൺ.